എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ കൂളിംഗ് ഫാൻ എങ്ങനെയാണ് സെൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, അതായത് ഹീറ്റ് സെൻസ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ചൂട് കൂടുമ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. കൂടാതെ ഈ ഫാൻ വർക്ക് ചെയ്താകുമ്പോൾ എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം പരിഹരിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ റിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സാധാരണയായി പൊതുവെ നമ്മുടെ നാട്ടിൽ വരുന്ന 30F2010 എന്ന മെയിൻ പ്രോഗ്രാം IC ഏകദേശം 60-70 സെൻറ്റിഗ്രേഡ് ഹീറ്റ് ആകുമ്പോഴാണ് നമ്മളുടെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്ത് നമ്മളുടെ മോസ്ഫെറ്റും ട്രാൻസ്ഫോമറിനെയൊക്കെ സംരക്ഷിക്കുന്നത്. അപ്പോൾ 60-70 ഇടയിൽ ഈ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഫാനിൻ്റെ സർക്യൂട്ട് പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്നും ഈ കൂളിംഗ് ഫാൻ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇത് വർക്കാവുന്നതെന്നും കൂടി നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നത് ഒരു 3 kV 24 വോൾട്ടിൻ്റെ സൈൻ വേവ് ബോർഡാണ്. ഇത് ബാറ്ററിക്ക് പകരം ഞാനിവിടെ 24 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു 28 വോൾട്ടോടെ കിട്ടുന്നുണ്ട്. പുതിയ ബാറ്ററി ആണെങ്കിൽ നമുക്ക് 14 വോൾട്ട് അടുത്ത് കിട്ടും. അപ്പോൾ ഒരു 28 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചൂട് കൂടുമ്പോൾ ഈ ഫാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫാൻ വർക്ക് ചെയ്യാത്തതിൻ്റെ റിപ്പയറിങ് നമ്മളിവിടെ ഒന്ന് വിവരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഈ ഒരു ഫാൻ ഇതേപോലെ എടുത്തിട്ട് ഇതിൽ കുറച്ച് കളർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കറങ്ങുന്നത് കാണുന്നതിന് വേണ്ടിയാണ് ഈ കളർ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഫാനിൻ്റെ വയർ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. 2 പിൻ സോക്കറ്റിലാണ് ഈ വയർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ചൂട് സെൻറ്റിഗ്രേഡിൽ കാണിക്കുന്നുണ്ടാവും. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ സ്വിച്ച് ലൈനൊന്നും കൊടുത്തിട്ടില്ല, ഔട്ടൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ചൂട് വരുമ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ടെമ്പറേച്ചർ ഇവിടെ നോക്കാം, എത്ര ഹീറ്റാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 25 സെൻറ്റിഗ്രേഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ചൂട് ഏകദേശം ഈ ഒരു മെയിൻ IC ആയ 30F2010 എന്ന മെയിൻ IC ആണ്. ഇത് 28 പിന്നുകളുള്ള IC ആണ്. ഇതിലാണ് എല്ലാ പ്രോഗ്രാമും കമ്പ്യൂട്ടർ വഴി ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതനുസരിച്ചാണ് നമ്മൾക്കിവിടെ ഈ ഫംഗ്ഷൻ എല്ലാം കാണിക്കുന്നത്. അത് 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ടായിരിക്കും ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ 12 വോൾട്ട് അതേപോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. 24 വോൾട്ട് ആണെങ്കിൽ 24 വോൾട്ട് തന്നെയാണ് ഇതിൽ ഫീഡ് ചെയ്യുന്നത്. 12 വോൾട്ട് ബോർഡ് എടുത്തിട്ട് നിങ്ങൾ 24 ഇതിൽ കാലിബ്രേറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സെറ്റപ്പ് 24 വോൾട്ട് ആയതുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നതല്ല. അപ്പോൾ പ്രോഗ്രാം IC നിങ്ങൾ ഇതേപോലെ ഏത് ബോർഡിനാണ് വാങ്ങുന്നതെങ്കിൽ ആ എത്ര വോൾട്ടാണ് എത്ര KV ആണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പ്രോഗ്രാം IC പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങുക. ഇത് പ്രോഗ്രാം ചെയ്ത് വരുന്ന IC ആണ്. ഇത് 12 വോൾട്ടാണ്. ഇത് വിത്തൗട്ട് പ്രോഗ്രാമാണ്. ഇതിൽ പ്രോഗ്രാം ചെയ്ത് കയറ്റേണ്ടി വരും ഈ IC. ഇത് 30F2010 ആണ്. 28 പിന്നാണ് ആകെയുള്ളത്. ഒരു സൈഡിൽ 14 മറു സൈഡിൽ 14. ഈ സെയിം IC വെച്ചിട്ടാണ് നമുക്ക് ഈ ബോർഡിലും വന്നിരിക്കുന്നത്. പൊതുവെയുള്ള സൈൻ വേവ് ബോർഡുകളിൽ ഈ 30F2010 എന്ന IC വെച്ചിട്ടാണ് എല്ലാം പ്രോഗ്രാം ചെയ്ത് വരുന്നത്. മറ്റു സ്റ്റേറ്റുകളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ കൺട്രിയിലും ഈ ICകളോ എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇത് ചിപ്പ് ICകളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു IC ആണ്. ഈ ബോർഡിലെ എല്ലാ ഐറ്റവും നമുക്ക് റീപ്ലേസ് ചെയ്ത് നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ബോർഡ് സർവീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ഹീറ്റ് സെൻസറാണ് ഈ നീല വയർ കാണുന്നത്. അതായത് ഇതാണ് ഹീറ്റ് സെൻസർ. ഹീറ്റ് സെൻസർ പല വിധത്തിലുണ്ട്. ഇതിലൊരു സോക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വയർ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കൊടുത്താൽ മതി. ഏത് ഹീറ്റ് സിങ്കിൽ കൊടുത്താലും ഈ ഹീറ്റ് സിങ്ക് ചൂടാകുന്നതനുസരിച്ച് അതിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ആവറേജ് ഇതിലെത്തുമ്പോൾ ഫാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതും ഒരു ഹീറ്റ് സെൻസറാണ്. നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഹീറ്റ് സെൻസർ ഇവിടെ 3 വിധത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നീല വയറാണ് പൊതുവെ എല്ലാ ബോർഡുകളിലും കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ തരത്തിലുള്ളത് കിട്ടും, വയർ നീളമുള്ളതൊക്കെ കിട്ടും. ഇനി നമുക്ക് ഈ സെൻസർ ഈ സോൾഡറിങ് അയൺ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ ഇവിടെ കൂടുന്നത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഹീറ്റ് സെൻസറിൽ സോൾഡറിങ് അയൺ വെച്ചിട്ടുണ്ട്. ഇവിടെ 29 ആണ്. നോർമലി 25 ഉണ്ടായുള്ളൂ. ഇതിങ്ങനെ കൂടി വരും. നമുക്ക് നോക്കാം ഇത് എത്രയാണെന്നുള്ളത് നോക്കാം. ഏകദേശം 60 ഡിഗ്രിക്ക് മേളിൽ വന്നപ്പോൾ ഈ ഫാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു.
അതേപോലെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. അതേപോലെ നമ്മൾ വീണ്ടും ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഹീറ്റ് സിങ്ക് ചൂടാകുകയാണെങ്കിൽ ആ ഫാൻ തനിയെ വർക്കാവുന്നതാണ്. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 60-ന് മുകളിൽ പോകുമ്പോഴാണ് ഇത് ഫാൻ വർക്ക് ചെയ്യുന്നത്. പല ഐസികളും പല രീതിയിലായിരിക്കാം സെറ്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞു തരിക. ഇപ്പോൾ ഞാൻ കണ്ടേക്കുന്ന എല്ലാ ബോർഡുകളിലും 60-ന് മുകളിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഈ ലൈനൊന്ന് ഓഫ് ചെയ്യാം. ഇത് 1 kVയുടെ സൈൻ വേവ് ബോർഡാണ്. ഈ ടോപ്പിനിലാണ് നമ്മൾ ഫാൻ കണക്ട് ചെയ്യുന്നത്. ഇതിൽ ഫാൻ എന്ന് എഴുതിയിട്ടുണ്ട്, പ്ലസ് മൈനസ്. ഇത് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ആണ്, അതായത് ഇത് ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ്, വലത്ത് സൈഡാണ് നെഗറ്റീവ്. പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് ഇത് ഈ പോസിറ്റീവിൽ നിന്നും ഈ ഒരു റെസിസ്റ്റർ, അതായത് ഇവിടെ ഒരു 48 ഓംസിൻ്റെ റെസിസ്റ്ററാണ്, ഒരു 2 വാട്ട് റെസിസ്റ്റർ വഴിയാണ് ഇതിൽ കടന്നു വരുന്നത്. ഇതാണ് പോസിറ്റീവ് ലൈൻ. ഇതിൽ നിന്നും ഒരു ജമ്പർ ഇട്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അവിടെ നിന്നാണ് ഈ ഒരു 2 വാട്ട് 48 ഓംസ് റെസിസ്റ്റർ ഇട്ടിട്ട് അത് നേരെ ഈ 2 പിന്നിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ പോസിറ്റീവ് വയർ ഓക്കെയാണ്, പോസിറ്റീവ് വയർ ഡയറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ചിങ് ട്രാൻസിസ്റ്ററുണ്ട്, 337 എന്ന നമ്പറുള്ള ട്രാൻസിസ്റ്ററാണ്. ഈ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ് ഈ ഫാൻ ഓണും ഓഫ് ആക്കുന്നത്. ഇതിനുള്ള കമാൻഡ് പോകുന്നത് ഈ ICയുടെ 3ാമത്തെ പിന്നിൽ നിന്നാണ് കമാൻഡ് പോകുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ സെൻറ്ററിലെ പിന്ന് ഇവിടെ വന്നിട്ട് ഇതിലെ വന്ന് ഇവിടെ നമുക്ക് ഇവിടെ ജമ്പർ ഇട്ടിട്ട് ഇവിടെ ഒരു ജമ്പർ ഇട്ട് ഈ 3ാമത്തെ റെസിസ്റ്ററാണ് ഇതിലാണ് വന്നിരിക്കുന്നത്. ഈ റെസിസ്റ്ററിൽ നിന്നും ഈ ICയുടെ 3ാമത്തെ പിന്നിൽ ഈ ലൈൻ വന്നിട്ടുണ്ട്. ഈ മെയിൻ ICയിൽ നിന്നാണ് ഈ ഹീറ്റ് സെൻസ് ചെയ്ത് അത് ഇത്ര ടെമ്പറേച്ചറാണെന്ന് കാണിച്ചിട്ട് കമാൻഡ് പോകുന്നത്. അപ്പോൾ ഈ കമാൻഡ് പോകുന്നിടത്ത് നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു, ഒരു 6.144 ക്രിസ്റ്റൽ ഓസിലേറ്ററുണ്ട്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് നമ്മൾക്ക് ഈ കമാൻഡ് ഇതിൽ നിന്നും വന്നിട്ട് സെൻസ് ചെയ്ത് ഇതിലോട്ട് വിടുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഫാൻ ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണാമെന്ന് വിചാരിക്കുന്നു. 6.144 എന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. ഇതും ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. ഇനിയിപ്പോൾ ഈ ഫാൻ ഫങ്ഷൻ ചെയ്യാണ്ടിരിക്കുകയാണ്, ഇത് കംപ്ലൈൻ്റ് ആയി. ഈ ഫാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ചൂട് കൂടുമ്പോൾ ഞാൻ ഇവിടെ ഫാൻ ഒന്ന് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഹീറ്റ് സിങ്കിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഇതിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഹീറ്റ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ ഈ ICയിൽ ഫങ്ഷൻ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും കമാൻഡ് പോയാലും നമുക്ക് ഇവിടെ വരുന്ന ഈ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഉണ്ട് 337. ഈ ട്രാൻസിസ്റ്റർ കേടായാലും ഈ ഫാൻ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഇവിടെ ജമ്പർ ഇട്ട് വരുന്ന ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ റെസിസ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് അതും ഓപ്പൺ ആണോ ഇല്ലെങ്കിൽ ഷോർട്ടിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അടുത്തതായി വരുന്നത് ഇവിടെ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. പൊതുവെ പല ബോർഡുകളിലും പോകുന്നത് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ നമുക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അത് ഓപ്പൺ ആണോ ഷോർട്ടാണോ ഒന്നും അറിയാൻ പറ്റില്ല. ഷോർട്ടാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൽ കാണാൻ പറ്റും, ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ വേറെ മാറ്റിയിട്ട് നോക്കിയേ തരമുള്ളൂ. മിക്ക ബോർഡുകളിലും പോകുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു 2 വാട്ടിൻ്റെ 48 ഓംസിൻ്റെ റെസിസ്റ്ററുണ്ട്. പല ബോർഡിലും പല റെസിസ്റ്റർ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് ലൈൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ലൈൻ ഇവിടെ ഓക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ സ്വിച്ചിങ് വഴി വരുന്ന നെഗറ്റീവ് ലൈനാണ് ഈ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടത്. അത് നിങ്ങൾ വോൾട്ട് ഇട്ടിട്ട് മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ടെമ്പറേച്ചർ കൊടുത്ത് ഈ ICയുടെ ഭാഗത്തുനിന്നും ഈ വോൾട്ടേജ് ഇപ്പുറത്തോട്ട് കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ, ഇവിടെ വരുന്ന റെസിസ്റ്റർ, ഇവിടെ വരുന്ന മെയിൻ റെസിസ്റ്റർ, ഇതൊക്കെ ഒന്ന് മൾട്ടിമീറ്റർ കൊണ്ട് കണ്ടിന്യൂറ്റി നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആകെ മാറ്റാനുള്ളത് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അപ്പോൾ അതും ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതൊരു 1 kVയുടെ ബോർഡാണ്. 2 kVയുടെ ബോർഡിൽ ചെറിയ മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ ലൈനുകളെല്ലാം ഈ സെയിം തന്നെയാണ്. ഈ ICയിൽ നിന്ന് പോകുന്ന ലൈനുകളെല്ലാം സെയിം ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് നമ്മളുടെ സൈൻ വേവ് ഇൻവെർട്ടറിലെ ഹീറ്റ് സെൻസ് ചെയ്ത് കൂളിംഗ് ഫാൻ എങ്ങനെ വർക്കാവുന്നതെന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതെങ്ങനെയാണ് റിപ്പയർ ചെയ്ത് പരിഹരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ
എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ ടോപ്പിക്കുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.